കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കുതിരാൻ തുരങ്കത്തിന് മുന്നിൽ താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തൃശൂർ പാലക്കൽ റോഡിലെ ഗതാഗത ക്രമീകരണം ഈ മാസം 19 വരെ നീട്ടി. വരാക്കരയിൽ വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രത്തിൽ എക്സൈസ് റെയ്ഡ്. 231 ലിറ്റർ വ്യാജമദ്യവും 100 ലിറ്റർ സ്പിരിറ്റും ചേർപ്പ് എക്സൈസ് റേഞ്ച് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട യുവാവ് പിടിയിൽ. അതിരപ്പിള്ളി പെരിങ്ങൽകുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ കഞ്ഞിപ്പുര കാട്ടാന തകർത്തു. കാട്ടാനയെ തുരത്തിയത് നാട്ടുകാർ ബഹളം വെച്ച. വാൽപ്പാറയിൽ പുലിയിറങ്ങി വളർത്തുനായെ പിടിച്ചു. ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗമാണ് ബഹളത്തിലും ഉന്തും തള്ളിലും കലാശിച്ചത്. വാർത്തകൾ വിശദമായി. ദേശീയപാത കുതിരാനിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിന് മുകളിലൂടെ ഒറ്റവരിയാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. കുതിരാൻ തുരങ്കത്തിന് സമീപമുള്ള പാലത്തിന് മുകളിലെ ടാറിംഗ് തൃശൂർ ഭാഗത്തേക്ക് തുരങ്കം എത്തുന്നതിന് മുമ്പുള്ള പാലത്തിലാണ് ടാറിംഗ് ഇളകിയത്. 3 വരിയായി എത്തുന്ന വാഹനങ്ങളെ 2 വരിയായാണ് ഇതുവഴി കടത്തിവിടുന്നത്. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച കുതിരാൻ തുരങ്കത്തിൽ മണ്ണിടിച്ചിലുണ്ടായത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെ കുതിരാനിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂർ പാലക്കൽ റോഡിലെ ഗതാഗത ക്രമീകരണം ഈ മാസം 19 വരെ നീട്ടി. KSTP കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പാലക്കൽ ഭാഗത്ത് കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയായ റോഡിന്റെ കോൺക്രീറ്റിന്റെ ഗുണനിലവാരവും ബലവും ഉറപ്പുവരുത്തുന്നതിനുള്ള ക്യൂറിംഗ് ഘട്ടം പൂർത്തിയാക്കുന്നതിനായാണ് ഗതാഗത ക്രമീകരണം നീട്ടി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. നിർമ്മാണത്തിന്റെ സുരക്ഷിതത്വവും പൊതുജനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷയും മുൻനിർത്തിയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് കളക്ടർ വ്യക്തമാക്കി. അനധികൃത വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രത്തിൽ എക്സൈസ് റെയ്ഡ്. 231 ലിറ്റർ വ്യാജമദ്യവും 100 ലിറ്റർ സ്പിരിറ്റും ചേർപ്പ് എക്സൈസ് റേഞ്ച് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് നന്ദിപുലം ആറ്റപ്പിള്ളി സ്വദേശി കുന്നത്തുപറമ്പിൽ ജിതിനെ എക്സൈസ് ഇൻസ്പെക്ടർ P. സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. വരാക്കരയിലെ വാടക വീട്ടിലാണ് വ്യാജമദ്യ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം പാറളംചിറ റോഡിൽ നിന്നും സ്കൂട്ടറിൽ സഞ്ചരിച്ച മദ്യവിൽപ്പന നടത്തുന്നതിനിടെ എക്സൈസ് സംഘം പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രത്തെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചത്. വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഹോളോഗ്രാം, സ്റ്റിക്കർ തുടങ്ങിയവ പിടികൂടി. ശിവകാശിയിൽ നിന്നാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് പ്രതി എക്സൈസിന് മൊഴി നൽകി. പ്രിവന്റീവ് ഓഫീസർ PK സുനിൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് VR ജോർജ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് VV കൃഷ്ണകുമാർ, KR രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർ KC രഞ്ജിത്ത്, CA വൈഷ്ണവ് തുടങ്ങിയവർ റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. അതിരപ്പിള്ളി പെരിങ്ങൽകുത്തിൽ സ്കൂളിലെ കഞ്ഞിപ്പുര കാട്ടാന തകർത്തു. പെരിങ്ങൽകുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ കഞ്ഞിപ്പുരയാണ് ആന തകർത്തത്. കഞ്ഞിപ്പുരയിലെ അരി ഭക്ഷിക്കുകയും പാത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. കാട്ടാനയുടെ ആക്രമണ സമയത്ത് സ്കൂളിൽ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സ്കൂളിന്റെ ജനൽ പൊളിച്ച ശേഷം അകത്തുള്ള പാത്രങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ആന പുറത്തേക്ക് വലിച്ചിട്ടു. നാട്ടുകാർ ബഹളം വെച്ചാണ് ആനയെ കാട്ടിലേക്ക് തുരത്തിയത്. തമിഴ്നാട് വാൽപ്പാറയിൽ ജനവാസ കേന്ദ്രത്തിൽ പുലിയെത്തി വളർത്തുനായെ പിടിച്ചു. വാൽപ്പാറ ജംഗ്ഷൻ അടുത്ത് അണ്ണാമലൈ നഗറിലാണ് വ്യാഴാഴ്ച പുലിയെത്തിയത്. ഇവിടത്തെ ഒരു വീട്ടിലെ നായയെയാണ് പിടിച്ചുകൊണ്ടുപോയത്. പുലി വരുന്നതിന്റെ ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി വാൽപ്പാറയിൽ പുലിശല്യം തുടരുകയാണ്. തേയില എസ്റ്റേറ്റിൽ തൊഴിലാളികളെ ആക്രമിച്ച് വകവരുത്തിയിട്ടുമുണ്ട്. ഗുരുവായൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ചർച്ച ചെയ്യാനായി UDF കൌൺസിലർമാരുടെ ആവശ്യപ്രകാരം വിളിച്ചു ചേർത്ത അടിയന്തര കൌൺസിൽ യോഗം ബഹളത്തിലും ഉന്തും തള്ളിലും കലാശിച്ചു. അജണ്ട വായിച്ചതോടെ ഇത് അനാവശ്യ ചർച്ചയാണെന്നും ഇതിനെക്കുറിച്ച് മുൻപ് ചർച്ച ചെയ്തതാണെന്നും ബസ് സ്റ്റാൻഡ് നിർമ്മാണ സ്തംഭനത്തിന് കാരണക്കാരൻ സെക്രട്ടറിയാണെന്നും മറുപടി നൽകി ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തടിയൂരി.
ചെയർപേഴ്സണ് പിന്തുണയുമായി ഭരണപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് സെക്രട്ടറിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. കുറ്റാരോപിതനായ സെക്രട്ടറിക്ക് മറുപടി പറയാൻ അവസരം നൽകണമെന്നായിരുന്നു UDF അംഗങ്ങളുടെ ആവശ്യം. എന്നാൽ ഇതിനൊന്നും മറുപടി നൽകാതെ 10 മിനിറ്റിനുള്ളിൽ ചെയർപേഴ്സൺ കൗൺസിൽ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ച് എഴുന്നേറ്റ് പോവുകയായിരുന്നു. ഇതിനുശേഷമാണ് ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും നടന്നത്. മുതിർന്ന അംഗങ്ങൾ ഇടപെട്ടതോടെയാണ് സ്ഥിതിഗതികൾ ശാന്തമായത്. കൗൺസിൽ യോഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭരണപക്ഷം തന്നെ ബഹളമുണ്ടാക്കി ആദ്യം ഇറങ്ങിപ്പോകുന്നതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. 17 UDF കൗൺസിലർമാർക്കൊപ്പം ചേർന്ന് സെക്രട്ടറി 18ാമത്തെ UDF കൗൺസിലറായി മാറിയെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ ആരോപണം. ഭരണപക്ഷം കൗൺസിലിൽ നിന്ന് ഒളിച്ചോടിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ എമ്മോ റോഡ് ജംഗ്ഷനിലെ സബ്വേയിൽ കൊലപാതകം. നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നയാളാണ് കൊല്ലപ്പെട്ടത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ നിരവധി കേസുകളിലെ പ്രതിയായ വലക്കാവ് സ്വദേശി ചെമ്പൻ ശരത്ത് പിടിയിലായി. ശരത്തും കൊല്ലപ്പെട്ടയാളും തമ്മിലുണ്ടായ തർക്കത്തിനിടയിൽ തലയ്ക്കു പുറകിൽ പരിക്കേറ്റതാണ് മരണകാരണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞാണ് മരണം സംഭവിച്ചത്. കേരളത്തിലെ സമ്പന്നമായ കരിമണൽ മേഖലയും പുറംകടൽ മേഖലയും വൻകിട കുത്തകകൾക്ക് തീരെഴുതാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് സംസ്ഥാന മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ TN പ്രതാപൻ. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വെല്ലുവിളിയാണ്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കൈയടക്കി സ്വകാര്യ ശക്തികൾക്ക് കൈമാറാനുള്ള നീക്കമാണ് പുതിയ ബില്ല് എന്നത് വ്യക്തമാണെന്നും TN പ്രതാപൻ പ്രസ്താവനയിൽ പറഞ്ഞു. കേരള പോലീസിന്റെ പുതിയ സംരംഭമായ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളായി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക്, സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ഡെസ്ക്, ഭിന്നശേഷിക്കാർക്കുള്ള ഹെൽപ്പ് ഡെസ്ക്, സൈബർ ക്രൈം ഹെൽപ്പ്, നിയമസഹായ ഹെൽപ്പ് ഡെസ്ക്, വിവിധ അപേക്ഷകൾ തുടങ്ങി വിവിധ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാകും. ഇടവേള. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനുണ്ട്. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഗുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ തിരംഗ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു.
ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നിരവധി ബൈക്കുകളിൽ മുവർണ്ണക്കൊടികളേന്തിയ പ്രവർത്തകർ പങ്കെടുത്ത റാലി സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ പ്രതീകാത്മക ഭാരതാംബയ്ക്കൊപ്പം റാലിയിൽ ഭാഗാഭാഗായി. DJ സംഗീതത്തിന്റെ അകമ്പടിയിൽ 75 മീറ്റർ നീളമുള്ള ദേശീയ പതാക ഉയർത്തിപ്പിടിച്ച് പ്രവർത്തകർ റാലിയുടെ സമാപനം ആഘോഷിച്ചു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, സുജയ് സേനൻ, PK ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ബിജെപി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, വിഗീഷ് അപ്പൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിരുന്ന സതീഷ് ബാബു പയ്യന്നൂരിന്റെ ജന്മദിന സ്മൃതി സംഗമവും സ്മാരക പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തിച്ച മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച സതീഷ് ബാബുവാണ് ഭാരത് ഭവനെ ജീവസുറ്റ സാംസ്കാരിക ഇടമാക്കി മാറ്റിയതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സതീഷ് ബാബു പയ്യന്നൂർ ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം കഥാകൃത്തും നോവലിസ്റ്റുമായ CV ബാലകൃഷ്ണന് മന്ത്രി സമ്മാനിച്ചു. സാഹിത്യ നിരൂപകൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി KC ജോസഫ് മുഖ്യാതിഥിയായി. ഡോക്ടർ M രാജീവ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. RK ദാമോദരൻ, PV പ്രഭാകരൻ, ശങ്കർ രാമകൃഷ്ണൻ, സന്തോഷ് എച്ചിക്കാനം, ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, E അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. എറിയാട് പഞ്ചായത്തിൽ രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതി റോഡ് ഉപരോധിച്ചു. അഴീക്കോട് പുത്തൻപള്ളി ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ നൌഷാദ് കറുകപ്പാടത്ത്, PK മുഹമ്മദ്, PS മുജീബ് റഹ്മാൻ, ഷിഹാബ് കാവുങ്ങൽ, CD വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി മൈനർ ഇറിഗേഷൻ സബ് ഡിവിഷന്റെ കീഴിലുള്ള അസുരൻകുണ്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. പരമാവധി സംഭരണശേഷി 10 മീറ്ററുള്ള ഡാമിൽ നിലവിലെ കണക്ക് പ്രകാരം 8.79 മീറ്ററാണ് ഉള്ളത്. ഇതേ തുടർന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 3ാം ഘട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. പുതുപ്പാലം തോട്, കുളിത്തോട് എന്നീ തോടുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. താൻ മേയറായിരുന്ന കാലത്ത് വിശപ്പറിയാത്ത തൃശൂർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും തനിക്കത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും MK വർഗീസ് മേയറായിരുന്നപ്പോൾ ലയൺസ് ക്ലബ്ബാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും രാജൻ J. പല്ലൻ MLA പറഞ്ഞു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318Dയുടെ നേതൃത്വത്തിൽ ഭക്ഷണത്തോടൊപ്പം കേടില്ലാത്തതും ഉപയോഗിക്കാൻ പറ്റുന്നതുമായ വസ്ത്രങ്ങളും നൽകുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ ജനറൽ ആശുപത്രിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ലയൺസ് ക്ലബ് ശക്തനിൽ കഴിഞ്ഞ 3 വർഷമായി മുടക്കം കൂടാതെ നടപ്പാക്കി വരുന്ന മന്ന പദ്ധതി കേരളത്തിലെ തന്നെ ആദ്യത്തേതായിരിക്കുമെന്നും ഇപ്പോൾ ഭക്ഷണത്തോടൊപ്പം വസ്ത്രവും നൽകുന്നത് ഏറ്റവും മാതൃകാപരമായിരിക്കുമെന്നും MLA പറഞ്ഞു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K. വാര്യർ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ, ലയൺസ് ഭാരവാഹിയും ക്ലോത്ത് ബാങ്ക് ജില്ലാ കോർഡിനേറ്ററുമായ K. രാധാകൃഷ്ണൻ, ലയൺസ് ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് ബിസ്മി, അയ്യന്തോൾ ലയൺസ് ക്ലബ് പ്രസിഡന്റ് കാർത്തിക് തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് ഭാരവാഹികൾ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാവപ്പെട്ട രോഗികൾക്ക് വസ്ത്രങ്ങളും വിതരണം ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. വരാക്കര കപ്പേളയ്ക്ക് സമീപം കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വരാക്കര സ്വദേശി മാപ്രാണത്തുകാരൻ വീട്ടിൽ 66 വയസ്സുള്ള ജോൺസണാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും.
കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തയിലേക്ക്. പ്രശസ്ത ഇലത്താള കലാകാരൻ പുതുക്കാട് തെക്കേത്തുറവ് കിളിയാറ രാമൻ നായർ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. തൃശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേളത്തിൽ 50 വർഷത്തിലേറെ പങ്കെടുത്തിട്ടുണ്ട്. കുറുമാലിക്കാവ് ക്ഷേത്രത്തിലെ പാനപ്പറ യോഗത്തിൽ കൂടിയാണ് മേളരംഗത്തെത്തുന്നത്. പ്രമുഖ മേളപ്രമാണിമാരായിരുന്ന ചക്കംകുളം ശങ്കുണ്ണിമാരാർ, അപ്പുമാരാർ, തൃപ്പേക്കുളം അച്യുതമാരാർ, മഠത്തിൽ ഗോപാലമാരാർ എന്നിവരുടെ മേളത്തിൽ പതിവുകാരനായിരുന്നു. പെരുവനം കുട്ടന്മാരാർ, കേളത്ത് അരവിന്ദാക്ഷമാരാർ തുടങ്ങിയവരോടൊപ്പവും പങ്കെടുത്തു വന്നു. തൃപ്പുണ്ണിത്തറ ക്ഷേത്രത്തിലേതുൾപ്പെടെ പല ക്ഷേത്രങ്ങളിൽ നിന്നും ആദരവ് ലഭിച്ചിട്ടുണ്ട്. അന്യായവും മാനദണ്ഡവിരുദ്ധവുമായ സ്ഥലമാറ്റങ്ങളിലൂടെ ജീവനക്കാരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ച് FSTUOയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. FSETU ജില്ലാ പ്രസിഡന്റ് സാജൻ ഇഗ്നേഷ്യസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി E. നന്ദകുമാർ, KGNA സംസ്ഥാന ട്രഷറർ സുധീഷ് കുമാർ, INTEO സംസ്ഥാന പ്രസിഡന്റ് K. ശശീന്ദ്രൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തൃശൂർ നഗരത്തിലെ സാംസ്കാരിക പരിപാടികൾക്ക് തേക്കിൻകാട് മൈതാനം അടക്കം നഷ്ടമാകുമ്പോൾ വിലങ്ങൻകുന്നിനെ പൊതു ഇടമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ചലച്ചിത്ര താരം ജയരാജ് വാര്യർ. വിലങ്ങൻകുന്നിൽ വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ മരത്തണലിൽ ഇത്തിരി നേരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജ് വാര്യർ. നഗരത്തിൽ ഇപ്പോൾ സ്ഥലമില്ല, ഒരു പൊതുപരിപാടി നടത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. കാരണം പുതിയ ഒരു സർക്കാർ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തേക്കിൻകാട് ഒരു പരിപാടി നടത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ, മഹാത്മാഗാന്ധി മുതലുള്ള വലിയ വലിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഏറ്റവും വലിയ പ്രസംഗകര്, സാംസ്കാരിക നായകന്മാർ, ഇന്ത്യയുടെ പൊതുശബ്ദങ്ങൾ, കലാകാരന്മാർ എല്ലാവരും വന്ന് പ്രസംഗിക്കുന്ന, ജനങ്ങളിലേക്ക് കൂടുതൽ ആശയങ്ങൾ കൺവേ ചെയ്യുന്ന ഒരു ഇടമാണ് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം. അവിടെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ് സെക്രട്ടറി ശശി കളരിയേൽ ആമുഖ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് വത്സ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, സാഹിതി ചെയർമാൻ K. ഉണ്ണികൃഷ്ണൻ, എഴുത്തുകാരൻ ഷാജു പുതൂർ, തോമസ് പാവർട്ടി, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് PJ സണ്ണി ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കുംകര സ്വദേശി ബഷീറാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പാർക്കിൻസൺസ് രോഗം ബാധിച്ചതിനെ തുടർന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ച ബ്രെയിൻ സ്റ്റിമുലേഷൻ ശസ്ത്രക്രിയയ്ക്ക് വഴിയില്ലാതെ വിഷമിക്കുന്ന കോടാലി അന്നാംപാടം സ്വദേശി മുള്ളോളി ബിജുവിനെ സഹായിക്കാൻ നാട്ടുകാർ കൈകോർക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ചെയർമാനും സണ്ണി ചേറങ്ങാടൻ കൺവീനറുമായി രൂപീകരിച്ച ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 20 ലക്ഷം രൂപ സമാഹരിക്കാനിറങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി പുറത്തിറക്കിയ ചികിത്സാ സഹായ സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം സാമൂഹിക പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരന് നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം ഹിതേഷ് കാരണത്ത്, ചികിത്സാ സഹായനിധി എക്സിക്യൂട്ടീവ് അംഗം നൈജു ആൻഡോ വാസുപുരത്തുകാരൻ, ഷെൽറ്റി ഷിജു ചേറങ്ങാടൻ, ജനറൽ കൺവീനർ സണ്ണി ചേറങ്ങാടൻ എന്നിവർ സംസാരിച്ചു. ബിജുവിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെഡറൽ ബാങ്കിന്റെ കോടാലി ബ്രാഞ്ചിലെ 170010103895 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, കൊടകര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ജില്ലാ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ക്ഷേമനിധി ബോർഡ് ഭരണ സംവിധാനം പുനഃസ്ഥാപിക്കുക, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വേഗത്തിൽ വിതരണം ചെയ്യുക, താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യൂണിയൻ വൈസ് പ്രസിഡന്റ് KA ഗോപി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KR രവി, KD ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു.
കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കെയർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത് കെ ദീപക്, കെയർ സെന്റർ ഹോസ്പിറ്റൽ ഡോക്ടർമാരായ നിർമ്മൽ കൃഷ്ണൻ, നിമ്മി നിർമ്മൽ, മീര, ശ്രീജ, അവിനാശ് നായർ, പ്രശാന്ത്, ഹരിതകർമ്മസേന ജില്ലാ കോർഡിനേറ്റർ ആതിര ശ്രീലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും, കുടുംബശ്രീ മുഖേന റെഫർ ചെയ്യുന്ന സ്ത്രീകൾക്ക് സൗജന്യ പ്രാഥമിക കൺസൾട്ടേഷൻ, വന്ധ്യതാ ചികിത്സകൾക്കും രോഗനിർണയ സേവനങ്ങൾക്കും പ്രത്യേക ഇളവുകളോടെയുള്ള പാക്കേജുകൾ, റെഫർ ചെയ്യുന്ന രോഗികൾക്ക് മുൻഗണനാ അപ്പോയിന്റ്മെന്റും പ്രത്യേക പിന്തുണയും ക്യാമ്പിലൂടെ ലഭ്യമാകും. ഓഗസ്റ്റ് 13 മുതൽ ഒക്ടോബർ 13 വരെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 5:30 വരെ പൂങ്കുന്നം കെയർ സെന്റർ ഹോസ്പിറ്റലിലാണ് സേവനങ്ങൾ ലഭ്യമാവുന്നത്. ആരോഗ്യത്തോടെ സമൃദ്ധമായ നാളെയിലേക്ക് എന്ന സന്ദേശവുമായി ഹരിതകർമ്മസേന അംഗങ്ങളുടെ ക്ഷേമവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി വാണിജ്യം. ഓണത്തെ വരവേൽക്കാൻ പാരമ്പര്യത്തിന്റെ പ്രൗഢിയുമായി തൃശൂരിലെ PKS കിച്ചൺ തലശ്ശേരി റെസ്റ്റോറന്റ് തയ്യാർ. പൂവിളിയും പൂക്കളവുമായി പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന സാംസ്കാരിക നഗരിക്ക് സ്വാദൂറും സദ്യവട്ടങ്ങളുമായാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിനും KSRTC ഡിപ്പോയ്ക്കും സമീപത്തെ ആലിയ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കിച്ചൺ തലശ്ശേരി റെസ്റ്റോറന്റ് സജ്ജമായിരിക്കുന്നത്. ഇക്കുറി പൊന്നോണത്തെ സമ്പന്നമാക്കാൻ കിച്ചൺ തലശ്ശേരിയുടെ വിഭവസമൃദ്ധമായ സ്പെഷ്യൽ സദ്യയുമുണ്ട്. അത്തം മുതൽ ഉത്രാടം വരെ 16 കൂട്ടം വിഭവങ്ങളുമായുള്ള മിനി സദ്യയും തിരുവോണത്തിന് 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയുമാണ് കിച്ചൺ തലശ്ശേരി ഭക്ഷണപ്രേമികൾക്കായി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനായി റെസ്റ്റോറന്റിൽ ഒരു ഫ്ലോർ തന്നെ തയ്യാറായി കഴിഞ്ഞു. ഓണസദ്യക്കൊപ്പം ഓണാഘോഷം സംഘടിപ്പിക്കാനുള്ള പ്രീ ബുക്ക്ഡ് പാർട്ടി ഹാൾ റെസ്റ്റോറന്റ് സവിശേഷതയാണ്. 60 പേർക്ക് ഒരേ സമയം പങ്കെടുക്കാവുന്ന ഹാൾ സൗകര്യമാണ് റെസ്റ്റോറന്റ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഔട്ട്ഡോർ കാറ്ററിംഗ് സേവനവും ലഭ്യമാക്കുന്ന കിച്ചൺ തലശ്ശേരി 5 കിലോമീറ്റർ പരിധിയിൽ ഫ്രീ ഡെലിവറി സേവനവും നൽകുന്നു. കൂടാതെ സ്വിഗ്ഗി, സൊമാറ്റോ എന്നിവയിലൂടെയും കിച്ചൺ തലശ്ശേരി വിഭവങ്ങൾ ഉപഭോക്താക്കളുടെ തീന്മേശകളിലെത്തും. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഓർഡറുകൾക്കും വിവരങ്ങൾക്കുമായി 7204746494 8848126358. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കുതിരാൻ തുരങ്കത്തിന് മുന്നിൽ താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തൃശൂർ പാലക്കൽ റോഡിലെ ഗതാഗത ക്രമീകരണം ഈ മാസം 19 വരെ നീട്ടി. വരാക്കരയിൽ വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രത്തിൽ എക്സൈസ് റെയ്ഡ്. 231 ലിറ്റർ വ്യാജമദ്യവും 100 ലിറ്റർ സ്പിരിറ്റും ചേർപ്പ് എക്സൈസ് റേഞ്ച് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട യുവാവ് പിടിയിൽ. അതിരപ്പിള്ളി പെരിങ്ങൽകുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ കഞ്ഞിപ്പുര കാട്ടാന തകർത്തു. കാട്ടാനയെ തുരത്തിയത് നാട്ടുകാർ ബഹളം വെച്ച്. വാൽപ്പാറയിൽ പുലിയിറങ്ങി വളർത്തുനായെ പിടിച്ചു.
ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗമാണ് ബഹളത്തിലും ഉന്തും തള്ളിലും കലാശിച്ചത്. തൃശൂർ എംഒ റോഡ് ജംഗ്ഷനിലെ സബ്വേയിൽ കൊലപാതകം. നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നയാളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ നിരവധി കേസുകളിലെ പ്രതിയായ വലക്കാവ് സ്വദേശി ചെമ്പൻ ശരത്ത് പിടിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.